cut. Hi friends, PP Tricks and Tipsലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റിൻ്റെ നെക്ക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെക്ക് കട്ട് ചെയ്യണം. നമ്മൾ മുമ്പ് ചെയ്ത നെക്കിൻ്റെ ഡിസൈനൊന്നും നെക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഡിസൈൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റലാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ 2.5 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് 5.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് യു അല്ല എന്നാൽ വി യു അല്ല, ആ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു 5-6 ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. രണ്ടും സെയിം ലെങ്ത്തും വിഡ്ത്തും തന്നെയാണ്. ഒരു 10 ഇഞ്ച് 8 ഇഞ്ച് ആ രീതിയിലാണ് ലെങ്ത്തും വിഡ്ത്തും വരുന്നത്. അപ്പം ഫസ്റ്റ് ഈ ഒരു ക്യാൻവാസ് ഫോൾഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വിഡ്ത്ത് അധികമായിട്ട്, അതായത് 10 ഇഞ്ച് വിഡ്ത്തും 8 ഇഞ്ച് ലെങ്ത്തും എന്നുള്ള രീതിയിലായിരിക്കണം ഫോൾഡ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെറിയൊരു കുഞ്ഞ് ലൈൻ കൊടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെറ്റിൻ്റെ നെക്കിൽ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ 3 ഇഞ്ചാണ് ക്യാൻവാസ് മാർക്ക് ചെയ്യുന്നത്. അപ്പം 3 ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് ലെങ്ത്ത്. അപ്പം നെറ്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് 3 ഇഞ്ചിലേക്ക് വരും. അപ്പോൾ ക്യാൻവാസ് 3 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെറ്റിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതേ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് അതൊന്ന് വെച്ചിട്ടുള്ളത്. അതേ ഷേപ്പിലേക്ക് തന്നെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഒരു 2 ഇഞ്ച് വീതിയിൽ മൊത്തമായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ സെൻറ്റർ ഭാഗവും ഞാനിവിടെ സെൻറ്റർ ഭാഗത്തുനിന്നും കട്ട് ചെയ്തിട്ട് 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ക്യാൻവാസ് പേപ്പർ ലെങ്ത്ത് അധികം വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക. അതായത് 10 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തും വരുന്ന രീതിയിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്യാൻവാസ് പേപ്പറിന് ഒന്ന് എടുത്തതാ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ആ ഒരു ഭാഗം വരുന്ന കർവ് എന്ത് ചെയ്യുക, ഫസ്റ്റിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഏത് ഡിസൈനിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പം ഇത് ലെങ്ത്ത് 8 ഇഞ്ചിൽ നേരെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉള്ള ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ രീതിയിൽ വരച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരക്കാം, നിങ്ങളുടെ ഐഡിയ പോലെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
ഈ ഒരു പേപ്പറും സെയിം സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലേക്കാണ് നമ്മളെ ഡിസൈന് വരുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ 8ൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 4 പീസും നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ചിൽ ഗ്യാപ്പിൽ മൊത്തം എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പം 4 പീസും ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നാല് പീസും അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിന് പൈപ്പിംഗ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗത്തോട്ടായിട്ടൊരു അത്യാവശ്യം കുറച്ചൊരു വീതിയിൽ പൈപ്പിംഗ് കൊടുക്കുക. അപ്പം ഇതിവിടെ ഞാൻ കോമ്പിനേഷനായിട്ടുള്ളൊരു പീസ് ക്രോസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് അതൊന്ന് നേരെ പകുതിയാക്കിയിട്ട് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അയൺ ചെയ്താൽ നമുക്ക് നല്ല നീറ്റിൽ തന്നെ പൈപ്പിംഗ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതാ ഈ പുറംഭാഗത്തോട്ടാണ് 4 പീസിൻ്റെയും പുറം ഭാഗത്തോട്ടാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഇതാ ഈ രീതിയിലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും വീതിയോടെ തന്നെ നമുക്കൊന്ന് ഈ ഒരു പീസ് നമുക്ക് വെച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ പുറം ഭാഗത്തോട്ടായിട്ടാണ് 4 പീസിൻ്റെയും പുറം ഭാഗം വരുന്ന രീതിയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഉൾവശത്ത് നമുക്ക് അതിന് ശേഷം പൈപ്പിംഗ് കൊടുക്കാം. അപ്പം 4 എണ്ണത്തിനും ഇവിടെ ഞാനിതാ ഈ രീതിയിലേക്ക് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തോട്ട് ഇതാ ഈ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഒന്നാടെ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. 4ഉം മറിച്ചിടവും തിരിച്ചിടവൊന്നും വേണ്ട, കറക്റ്റ് സെയിം അതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് മുകളിലേ ഒന്ന് 4 എണ്ണത്തിൻ്റെയും മുകൾ ഭാഗത്തൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 4 പീസും ഒന്ന് വെച്ചിട്ട് ആ ഒരു ഡിസൈൻ്റെ ഷേപ്പിൽ തന്നെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ രീതിയിൽ പൈപ്പിംഗ് കൊടുക്കുക, വെക്കുക. അതുപോലെ തിരിച്ചിട്ടിട്ട് ഇതാ നേര് പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനിങ്ങനെ പൈപ്പിംഗ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്പാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു സിപ്പ് നിങ്ങൾ ഇതാ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, നെക്കിൻ്റെ ഡിസൈൻ സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ ഈ സിപ്പിനും കൂടി ഒന്ന് കവറിങ് കൊടുക്കുന്നുണ്ട്. അതിവിടെ പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ഈ രീതിയിലായാലും വലിയ ബോറുണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ സിപ്പ് ഡാമേജ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു കവറിങ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം മൊത്തം നമുക്ക് നെറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ ഞാനിവിടെ നെറ്റി മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു ട്രിക്സ് ആൻഡ് ടിപ്സുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.